പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദിന്റെ തെളിവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഹുജ്ജ, പ്രമാണമാണ്. നമുക്കും മറ്റുള്ളവർക്കും ഇടയിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ്. തൗഹീദിന്റെ ദലീലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം എന്തിലേക്കാണോ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് തൗഹീദ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹുവിന്റെ ഹുജ്ജത്താണ്, അവന്റെ തെളിവാണ്. എല്ലാ നബിമാരുടെ പക്കലും കൊടുത്തയച്ചത് അതെ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുൻപ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല, അവരോടെല്ലാം നാം വഹി നൽകിയ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവർക്കുമുള്ള വഹയാണ് അത്. അള്ളാഹുവിന്റെ ഹുജ്ജത്താണ്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ റസൂലുകളെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ഹുജ്ജത്ത്, അവന്റെ പ്രമാണം സ്ഥാപിക്കുന്നതിനു വേണ്ടി, ജനങ്ങൾക്ക് ഇനിയൊരു ന്യായം ബാക്കി വെക്കാതിരിക്കുന്നതിനു വേണ്ടി. പരലോകത്തെത്തിയാൽ അള്ളാഹു ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്ന് അവർ പറയാതിരിക്കുന്നതിനു വേണ്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദലീലാണ്, തൗഹീദ് എന്നത് മദ്ലൂലാണ്. ആ തെളിവ് നിന്നെ നയിക്കുന്ന ആദർശമാണ്. ആ തെളിവിലൂടെ നീ നടന്നുപോയാൽ, അല്ലെ, ദലീൽ എന്ന് പറയുന്നത് പൊതുവെ പഴയ കാലത്ത് നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഗൈഡ് ഉണ്ടാവും. ഗൈഡിന് അറബിയിൽ പറയാവുന്ന വാക്കാണ് ദലീൽ, വഴികാട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് വഴികാട്ടുന്ന ദലീലാണ്. എന്തിലേക്കാണ് ഇത് വഴികാട്ടുന്നത്? തൗഹീദിലേക്കാണ്. തൗഹീദ് മദ്ലൂലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദലീലാണ്.